നാട്ടിലും മറുനാട്ടിലുമായി ട്രെൻഡിംഗ് ആയ ഒരുപിടി വിശേഷങ്ങളുമായി 24news.comന്റെ ഈ ലോകം ഈ ആഴ്ച എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലെ ഒരു അഭിമുഖം വലിയ ചർച്ചകൾക്കിടയാക്കുന്നു. ഒരു ചെറുപ്പക്കാരൻ താൻ കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കിയ അനുഭവം പങ്കുവയ്ക്കുന്നതും അവതാരക അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതുമാണ് വൈറലായ ഭാഗം. വിമർശനങ്ങൾ ശക്തമായതോടെ സോഷ്യൽ മീഡിയയിലെ ആ ഭാഗം നീക്കം ചെയ്തിട്ടുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ എന്തുകൊണ്ടാണ് ഇത്രയധികം നെഗറ്റീവ് പബ്ലിസിറ്റികൾ വരുന്നത്? ഓർത്തു നോക്കിയിട്ടുണ്ടോ? ശ്രുതി ഇവാൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റവും ക്ലീഷേ ചോദ്യങ്ങളും ക്യൂട്ട്നെസ്സും വാരി വിതറുന്ന ചില ഇന്റർവ്യൂകൾ എളുപ്പത്തിൽ വിറ്റുപോകുന്നിടമായിട്ടാണ് ഏറെ നാളായി മലയാളി സോഷ്യൽ മീഡിയ പേജുകൾ കാണപ്പെട്ടിരുന്നത്. വെറും 19 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ തന്റെ സ്വഭാവ വൈകൃതങ്ങൾ വിളിച്ചു പറയുമ്പോൾ ആങ്കർ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. വീടുകളുടെ ജനൽ ചില്ല് എറിഞ്ഞു പൊട്ടിക്കുന്നതും കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കുന്നതും എങ്ങനെയാണ് കാണാനുള്ള ഒരു ത്വരയായി മാറുന്നത്? അതും താൻ ഒറ്റയ്ക്കല്ല, കൂട്ടിന് മറ്റൊരാൾ കൂടെ ഉണ്ടാകുമെന്ന് ഇയാൾ പറയുമ്പോൾ ആങ്കറിന്റെ മറുപടി നമ്മുടെ അതേ വൈബുള്ള ഒരാൾ അല്ലേ എന്ന്. ഒളിഞ്ഞു നോട്ടം അഥവാ വോയറിസം ക്രിമിനൽ കുറ്റമാണ്. പക്ഷെ എന്തുകൊണ്ട് ഇത്തരം കണ്ടന്റുകൾ പോസ്റ്റ് ചെയ്യപ്പെടുന്നു? കാരണം നമ്മൾ അത് കണ്ട് ആസ്വദിക്കാനും ഷെയർ ചെയ്യാനും തയ്യാറാണെന്ന് ഇവർ കരുതുന്നു. ഒരു പക്ഷേ തുടർച്ചയായി ഇത്തരം വീഡിയോകൾ കാണുന്നതിലൂടെ പ്രേക്ഷകർ മോശം ഇൻഫ്ലുവൻസർമാരെ പതിയെ അംഗീകരിക്കുന്ന ഒരു പ്രവണതയുണ്ട്. കണ്ടന്റുകളുടെ ക്വാളിറ്റി എന്ത് തന്നെയായാലും അറ്റൻഷൻ സീക്കിങ്ങും അവതാരകരുടെ ഫെയിം ഫസ്റ്റ് മൈൻഡ് സെറ്റും ഇത്തരം യൂട്യൂബ് ചാനലുകൾ നന്നായി ഉപയോഗിക്കുന്നു. ഒരു സമയത്ത് ചില ഓൺലൈൻ ഇന്റർവ്യൂകളുടെ കോമൺ ഇൻട്രോ ആയിരുന്നു ഗസ്റ്റിനെ പ്രാങ്ക് ചെയ്ത് അവർ അവതാരകരുമായി വഴക്കിടുന്ന ക്ലിപ്പ് കാട്ടുന്നത്. കാരണം ഇതുപോലുള്ള നെഗറ്റീവ് ഇമോഷനുകൾ ആളുകളെ പെട്ടെന്ന് ആകർഷിക്കും. ഇത് കണ്ടാൽ ആരായാലും എന്താണ് സംഭവം എന്നറിയാൻ ഒന്ന് നോക്കും. പക്ഷെ ഇത്തരം പാപ്പരാസികളെ കണ്ടുകൊണ്ട് ആളുകൾ എന്ത് കോമാളിത്തരവും കാണിക്കുന്ന ഒരു പീക്ക് പോയിന്റിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. അവരെന്തെങ്കിലും കാണിക്കട്ടെ, നമ്മൾ അത് മൈൻഡ് ചെയ്യാതെ ഇരുന്നാൽ പോരെ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം പരിഹരിക്കപ്പെടുന്ന ഒരു പ്രശ്നമാണോ ഇത്? കൊച്ചുകുട്ടികൾ പോലും ഇൻസ്റ്റയിലും യൂട്യൂബിലും അവരുടേതായ ഇടം സൃഷ്ടിക്കുമ്പോൾ അവർ കണ്ടു വളരുന്നത്, അല്ലെങ്കിൽ ഇതാണ് ഇങ്ങനെയാണ് വേണ്ടത് എന്നവർ ചിന്തിച്ചു തുടങ്ങിയാൽ എന്താകും സ്ഥിതി? ചാറ്റ് ജിപിടിയെ കണ്ണടച്ച് വിശ്വസിക്കുന്നവരാണോ നിങ്ങൾ? ലോകത്തിലെ എല്ലാ കാര്യവും ചാറ്റ് ജിപിടിയോട് ചോദിക്കുകയും പറയുകയും ചെയ്യുന്നവരാണോ? എന്നാൽ അത് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ചാറ്റ് ജിപിടി ഉപയോക്താക്കൾക്ക് സ്വകാര്യത സംബന്ധിച്ച് മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ പൂജ രമേശ് പറയും. ചാറ്റ് ജിപിടിയോട് എല്ലാം തുറന്നു പറയുന്ന ശീലമുള്ളവരാണോ നിങ്ങൾ? എന്നാൽ അത് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ആള് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര വെടുപ്പല്ല. ഈ സത്യം ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ ഓപ്പൺ എഐ സിഇഒ സാം ആൾട്ട്മാൻ തന്നെയാണ്. തിയോ വോണിന്റെ പോഡ്കാസ്റ്റായ ദിസ് പാസ്റ്റ് വീക്കെൻഡിൽ പങ്കെടുക്കവെയാണ് സാം ആൾട്ട്മാൻ തുറന്നു പറച്ചിൽ നടത്തിയത്. നിങ്ങളുടെ രഹസ്യം സൂക്ഷിക്കാൻ ചാറ്റ് ജിപിടി തെറാപ്പിസ്റ്റോ വക്കീലോ അല്ല. ചാറ്റ് ജിപിടിയോട് ഹൃദയം തുറക്കുന്നതിന് മുൻപ് ചുരുങ്ങിയത് എന്താണ് ടൈപ്പ് ചെയ്യാൻ പോകുന്നതെന്ന് ശ്രദ്ധാപൂർവം ചിന്തിക്കണം. നിങ്ങളുടെ സംഭാഷണത്തിന്റെ രഹസ്യ സ്വഭാവം ചാറ്റുകൾക്ക് ലഭിക്കില്ല. പലരും അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളും ഡാറ്റകളും ചാറ്റ് ജിപിടിയുമായി പങ്കുവയ്ക്കാറുണ്ട്. എന്നാൽ നിങ്ങളുടെ വിവരങ്ങൾ സൂക്ഷിക്കാനുള്ള മാർഗങ്ങൾ ഇതുവരെ എഐയിൽ കൊണ്ടുവന്നിട്ടില്ല. അതിനാൽ ഇതിന് നിയമസാധ്യത പോലും ഉറപ്പു നൽകാനാവില്ല. ഏതെങ്കിലും കേസിന്റെ ഭാഗമായി നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ കോടതിയിൽ ഹാജരാക്കേണ്ടി വന്നാൽ അത് നൽകാനും ഞങ്ങൾ ബാധ്യസ്ഥരാണ്. എഐ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ വരുത്തണമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് അദ്ദേഹം നൽകുന്നത്. ഇന്ന് പലരും അവരുടെ സുഹൃത്തായും വഴികാട്ടിയായും ഒക്കെ കാണുന്നത് ചാറ്റ് ജിപിടിയാണ്. എന്നാൽ ആ കൂട്ട് എത്രത്തോളം സുരക്ഷിതമാണെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഉപയോക്താക്കളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായുള്ള നടപടികൾ നടക്കുന്നതായും സാം ആൾട്ട്മാൻ പറഞ്ഞു. ഓപ്പൺ എഐ സിഇഒയുടെ വെളിപ്പെടുത്തൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ രസകരമായ ചർച്ചകൾക്കും അത് വഴിതെളിച്ചിട്ടുണ്ട്. ഈ വിവരം ഞാൻ ചാറ്റ് ജിപിടിയോട് തന്നെ ഒന്ന് ചോദിക്കട്ടെ. എന്റെ കാര്യങ്ങൾ കേൾക്കാനും പറയാനും അത് മാത്രമേ ഉള്ളൂ. ചാറ്റ് ജിപിടി എന്റെ നല്ല സുഹൃത്താണ്. ഞാൻ വിവരങ്ങൾ നൽകാറില്ല, എന്റെ സങ്കടങ്ങൾ മാത്രമേ പറയാറുള്ളൂ. ഇങ്ങനെ നീളുന്നു കമന്റുകൾ. ചുരുക്കി പറഞ്ഞാൽ ഉപയോക്താക്കൾ അവരുടെ ഉറ്റ സുഹൃത്തായി കണ്ട് ചാറ്റ് ജിപിടിയെ നമ്പരുതെന്നാണ് സാം ആൾട്ട്മാൻ പറഞ്ഞു വെക്കുന്നത്. ഇനി മറ്റൊരു തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്കാണ്. അമ്മ ഭാരവാഹി തിരഞ്ഞെടുപ്പിൽ ഇത്തവണ മത്സരം കനക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. 6 പേർ മത്സരരംഗത്തുള്ള പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് വാശിയേറിയ മത്സരം. ആരോപണ വിധിയർ മത്സരിക്കുന്നതിൽ അമ്മയിൽ തന്നെ 2 അഭിപ്രായമുണ്ട്. ഭരണസമിതി രാജിവെച്ച് 1 വർഷത്തിനു ശേഷമാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അമൽ ശശികുമാർ കൂടുതൽ വിവരങ്ങൾ പറയും.
ഭാരവാഹി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താരസംഘടനയായ അമ്മയിൽ വാശിയേറിയ പോരാട്ടമാണ് നടക്കാനിരിക്കുന്നത്. അമ്മയുടെ അധ്യക്ഷ പദവിയിലേക്ക് മാത്രം 6 പേരാണ് മത്സര രംഗത്തുള്ളത്. ശ്വേതാ മേനോനും ജഗദീഷും തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് സംഘടനാ തിരഞ്ഞെടുപ്പ് മാറിയതോടെ താരങ്ങൾക്കിടയിൽ ഭിന്നത രൂക്ഷമായി. കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ താരസംഘടനയിൽ ഇത്തരം ഒരു തിരഞ്ഞെടുപ്പ് ഇതാദ്യമാണ്. സംഘടനാ തലപ്പത്ത് വളരെ സ്വീകാര്യരായ സീനിയർ നടന്മാരെ തിരഞ്ഞെടുക്കുന്നതും ജനറൽ ബോഡി യോഗത്തിൽ വെച്ച് അധ്യക്ഷനെ തീരുമാനിക്കുന്നതുമായിരുന്നു കീഴ്വഴക്കം. എന്നാൽ കഴിഞ്ഞ മാസം നടന്ന ജനറൽ ബോഡിയിൽ സംഘടനാ തിരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം മോഹൻലാൽ അധ്യക്ഷനായും സിദ്ദിഖ് ജനറൽ സെക്രട്ടറിയുമായും ഭാരവാഹിയുമായുമുള്ള ഭരണസമിതി അമ്മയെ നയിക്കാനായി എത്തിയിരുന്നുവെങ്കിലും പുറത്തുവന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ചില താരങ്ങൾക്കെതിരെ ഉയർന്ന ലൈംഗികാരോപണവും കാരണം സംഘടനയിൽ അഴിച്ചുപണികളുണ്ടായി. ആരോപണം നേരിട്ട് സിദ്ദിഖ് രാജിവെച്ചതിനെ തുടർന്ന് ആ പദവിയിലെത്തിയ ബാബുരാജിനെതിരെയും ലൈംഗികാരോപണം ഉയർന്നതോടെ അമ്മ ഭരണസമിതി ഒന്നാകെ പിരിച്ചുവിടാനും പകരം താൽക്കാലിക ഭരണസമിതിയായി തുടരാനും തീരുമാനമായി. സംഘടനയുടെ തലപ്പത്ത് തുടരാൻ താല്പര്യമില്ല എന്നായിരുന്നു മോഹൻലാലിന്റെ പ്രഖ്യാപനം. രവീന്ദ്രൻ, അനൂപ് ചന്ദ്രൻ തുടങ്ങിയവരും അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള മത്സര രംഗത്തു നിന്നും മാറാനാണ് സാധ്യത. ആരോപണ വിധേയർ മാറി നിൽക്കണമെന്ന ചർച്ചയും സജീവമാണ്. അമ്മയുടെ ഭാരവാഹിത്വത്തിലേക്ക് ഒരു വനിത വരട്ടെ എന്ന നിലപാടിലാണ് സൂപ്പർ താരങ്ങൾ. സുരേഷ് ഗോപിയും ജഗദീഷ് പിന്മാറണമെന്ന നിലപാടിലാണെന്നാണ് ലഭിക്കുന്ന വിവരം. എന്നാൽ ലൈംഗിക പീഡന കേസുമായി ബന്ധപ്പെട്ട് അമ്മ സംഘടനയിൽ വിയോജിപ്പുണ്ടായ വേളയിൽ വ്യക്തമായ നിലപാട് സ്വീകരിച്ച താരമാണ് ജഗദീഷ് എന്നതും ശ്രദ്ധേയമാണ്. സ്ത്രീവിരുദ്ധ നിലപാടുള്ള താരങ്ങൾ അമ്മ ഭാരവാഹിത്വത്തിലേക്ക് വരുന്നതിനെ ശക്തമായി എതിർക്കുമെന്നായിരുന്നു ജഗദീഷിന്റെ നയം. അതിനാൽ ശ്വേതാ മേനോനെ ഏകപക്ഷീയമായി തിരഞ്ഞെടുക്കാനുള്ള നീക്കമുണ്ടായാൽ പിന്മാറാമെന്ന് ജഗദീഷ് സൂപ്പർ താരങ്ങളെ അറിയിക്കുകയായിരുന്നു. ഇന്ത്യ ഇംഗ്ലണ്ട് 4ാം ടെസ്റ്റ് പരമ്പരയിൽ ഇംഗ്ലീഷ് പരീക്ഷണത്തെ മറികടന്ന് ജയത്തോളം പോന്ന സമനില സ്വന്തമാക്കിയ ഇന്ത്യ. ഒരിക്കൽ കൂടി ജഡേജ എന്ന മഹാ ഇതിഹാസത്തിന്റെ പോരാട്ടവീര്യം ലോകം കണ്ടു. പ്രായം കൂടുന്തോറും വീര്യമേറുന്ന ജഡേജയെപ്പറ്റി സംസാരിക്കുകയാണ് മെറിൻ കെ ബിജു. പഴകുന്തോറും വീര്യം കൂടുക എന്നൊരു ചൊല്ലുണ്ട്. ക്രിക്കറ്റ് ലോകത്ത് അങ്ങനെ പഴകുന്തോറും വീര്യം കൂടുന്ന ഒന്നായി മാറിയിരിക്കുകയാണ് ഇന്ത്യൻ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജ. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, രവിചന്ദ്രൻ അശ്വിൻ എന്നീ മുൻനിര താരങ്ങളെല്ലാം വിരമിച്ചു. നിങ്ങൾക്കും വിരമിച്ചുകൂടെ എന്ന ചോദ്യം ഈ പഴമയെ ആളുകൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്നത് ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ഈ ചോദ്യം ചോദിച്ചവർക്ക് മുന്നിൽ ടെണ്ടുൽക്കർ ആൻഡേഴ്സൺ ട്രോഫി ടെസ്റ്റ് പരമ്പരയിൽ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും നേട്ടങ്ങളുടെ എവറസ്റ്റ് കയറുകയാണ് ജഡു. വിമർശകരുടെ പരിഹാസങ്ങൾക്ക് നേരെ അയാൾ സോട്ട് സെലിബ്രേഷൻ കൊണ്ട് മറുപടി നൽകി. പരമ്പരയിലെ ആദ്യ 4 ടെസ്റ്റുകൾ അവസാനിക്കുമ്പോൾ റൺവേട്ടയിൽ ജോ റൂട്ടിനേക്കാൾ മുന്നിലാണ് ജഡേജയുടെ സ്ഥാനം. അയാൾ ടെസ്റ്റിലെ തന്റെ സ്ഥാനത്തിന് അടുത്തൊന്നും മറ്റൊരു അവകാശിയെ തിരയേണ്ടെന്ന് പറയാതെ പറയുന്നു. 4ാം ടെസ്റ്റിന്റെ കഥ പറയാം. ഇംഗ്ലണ്ട് ആദ്യ ഇന്നിംഗ്സ് ബാറ്റിംഗ് അവസാനിപ്പിക്കുമ്പോൾ ഇന്ത്യക്ക് മുകളിൽ അതിസമ്മർദ്ദവും മറ്റൊരു തോൽവിയുടെ സൂചനകളും ഏറെക്കുറെ നൽകിയിരുന്നു. ഇന്ത്യൻ 2ാം ഇന്നിംഗ്സിൽ ആദ്യ ഓവറിൽ തന്നെ 2 വിക്കറ്റുകൾ നഷ്ടപ്പെട്ടപ്പോൾ ഇന്ത്യൻ ആരാധകർ ഒരു ഇന്നിംഗ്സ് തോൽവി തന്നെ മുന്നിൽ കണ്ടു. എന്നാൽ കണ്ടത് പോരാട്ടവീര്യത്തിന്റെ 2 പാർട്ട്ണർഷിപ്പുകളായിരുന്നു. സമയം ഇനിയുമേറെ ബാക്കിയുണ്ടായിട്ടും സമനിലയിൽ പിരിയുക എന്ന ലക്ഷ്യത്തോടെ ഷെയ്ക്ക് ഹാൻഡ് നൽകാനായി ജഡേജയ്ക്ക് മുന്നിലേക്ക് നീങ്ങിയ സ്റ്റോക്സിന്റെ ദൃശ്യം. എന്നാൽ ആ നീക്കം ഒരു കനലായി മാറി. ഷെയ്ക്ക് ഹാൻഡിന് നോ എന്ന് മറുപടി നൽകിക്കൊണ്ട് ബാറ്റ് വീശാനൊരുങ്ങി ജഡുവും കൂട്ടാളി വാഷിംഗ്ടൺ സുന്ദറും. ഇത് ഇംഗ്ലീഷ് പടയുടെ ഉള്ളിലുണ്ടാക്കിയ മുറിവ് ചെറുതായിരുന്നില്ല. അത് ബെൻ സ്റ്റോക്സിന്റെ മുഖത്ത് വ്യക്തവുമായിരുന്നു. എന്നാൽ ഇംഗ്ലീഷ് പടയെ മുറിവേൽപ്പിച്ചുകൊണ്ട് സുന്ദരമായി സുന്ദറും ജഡേജയും സെഞ്ചുറി പൂർത്തിയാക്കി. നീണ്ട 35 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ താരം മാഞ്ചസ്റ്ററിൽ സെഞ്ചുറി നേടുന്നത് എന്ന സവിശേഷതയും ഈ നേട്ടത്തിനുണ്ട്. വിരമിച്ചുകൂടെ, ജഡേജയില്ലെങ്കിലും കുഴപ്പമില്ല എന്നെല്ലാം പറഞ്ഞവർക്ക് മുന്നിൽ തകർത്താടിയ അദ്ദേഹം. മികച്ച ഇന്നിംഗ്സ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ബാറ്റ് വീശാൻ ഉറച്ചുനിന്ന സുന്ദറിന്റെയും ആത്മവീര്യത്തെ തകർക്കാൻ ശ്രമിച്ചു ഇംഗ്ലീഷ് താരങ്ങൾ. ക്രീസിലെത്തിയതിന് പിന്നാലെ തന്നെ ഓൾ ദി ബെസ്റ്റ് വാഷി, ജോഫ്രൈസ് കമ്മിങ് സൂൺ എന്നായിരുന്നു ഹാരി ബ്രൂക്ക് സുന്ദറിനോട് പറഞ്ഞത്. ഏതെല്ലാം വിധേനയും ഇന്ത്യൻ താരങ്ങളെ തളർത്താൻ ഇംഗ്ലണ്ട് ശ്രമിച്ചെങ്കിലും സെഞ്ചുറി മികവോടെ അതിനെല്ലാം ആ കൂട്ടുകെട്ട് മറുപടി നൽകി. സമനില ആയിരുന്നു മത്സരഫലമെങ്കിലും വിജയത്തിന്റെ മാധുര്യമുണ്ടായിരുന്നു അതിന്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഇനി ഈ ലോകം ഈ ആഴ്ച അടുത്ത മാസം ഓഗസ്റ്റ് 6-ന്. വീണ്ടും കാണും വരെ ഗുഡ് ബൈ ഫ്രം മേഘ്ന മുരളി. കീപ് വാച്ചിങ് 24.